അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ടാണ് അബിയോ ഫ്രൂട്ട്. ഇതൊരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാണ്. ഈ കിടക്കുന്നത് പച്ചയാണ്. പഴുത്ത് കഴിയുമ്പോഴേക്കും ഒരു മഞ്ഞ കളറൊക്കെ വന്നു തുടങ്ങും. ഇപ്പോൾ താഴെ നിന്നായിരിക്കും വന്നു തുടങ്ങുന്നത്. ഒരു മുക്കാൽ ഭാഗം മഞ്ഞ കളറായി കഴിയുമ്പോഴേക്കും പറിക്കാം. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റും ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗട്ടേരിയ കൈമിറ്റോ എന്നാണ്. അപ്പോൾ ഈ കിടക്കുന്നത് കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് അമേരിക്കൻ കൺട്രീസ് ആയിട്ടുള്ള കൊളംബിയ, ബ്രസീൽ, പെറു, വെനിസുല എന്നീ ഇടങ്ങളിലാണ് മെയിനായിട്ടിത് ഈ ഫ്രൂട്ട് കണ്ടുവരുന്നത്. യെല്ലോ സ്റ്റാർ ആപ്പിൾ എന്നും ബ്ലൂബെറി പൈ ഫ്രൂട്ട് എന്നൊക്കെ ഇതിന് വേറെ വിളിപ്പേരുകളുണ്ട്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ രീതിയിൽ ഹൊറിസോണ്ടലായിട്ടാണ് മുറിക്കുന്നത്. എന്നിട്ട് അത് പതുക്കെ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് പൾപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലൂസൻ്റ് ആണ്, ജ്യൂസിയാണ്, സ്വീറ്റാണ്, സോഫ്റ്റാണ്. പക്ഷേ അത് തൊട്ട് അരുന്ന് പോകുന്ന ഒന്നല്ല, കുറച്ച് മസ്കുലറാണ്. ഇതിൻ്റെ പഴുപ്പ് സൈഡിലേക്ക് പിടിച്ചിരിക്കുന്നത് കാരണം ഇതൊന്ന് വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ സീഡ്സ് യൂഷ്വലി ഒരു 3 സീഡ്സാണ് കണ്ടുവരുന്നത്. പക്ഷേ 1 സീഡ് ആയിട്ടുള്ളതുകൊണ്ട് അത് പിന്നീട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീഡ് ഒരു ബോട്ട് ഷേപ്ഡ് ആണ്, പിന്നെ നല്ല ഹാർഡാണ്. അപ്പോൾ ഈ സ്കൂപ്പ് ചെയ്തെടുത്തേക്കുന്ന ഫ്രൂട്ട് നമുക്ക് കഴിച്ച് നോക്കാം. നല്ലോണം പഴുക്കാത്തതിന് ഒരു ഇച്ചിരി കയ്പുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന മരത്തിൽ തന്നെ ഇടുന്ന ഫുള്ളി പഴുത്ത ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ കട്ട് ചെയ്തേക്കുന്നത് കണ്ടു. ഇനി നമുക്ക് ഇതൊന്ന് നോൺ ട്രഡീഷണൽ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്പിളിൻ്റെ ഒക്കെ തൊലി കളയണ പോലെ പറിച്ച് വെച്ച് പഴുപ്പിച്ച ഫ്രൂട്ട് പോലെയല്ല. ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, മസിലിയാണ്. പിന്നെ ഒരു കളർ ചേഞ്ച് അങ്ങനെയൊന്നുമില്ല, നല്ല ഈവൻ കളേഴ്സാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 സീഡ് മാത്രമുള്ള ഫ്രൂട്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് മരത്തെ കിടന്ന് പഴുക്കുമ്പോൾ ചില ടൈമിൽ ചില വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ഇത് വെള്ളം ഒരുപാട് കൺസ്യൂം ചെയ്ത് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെയായിട്ട് ലാസ്റ്റ് ഇത് പൊട്ടും. പിന്നെ അത് മാത്രമല്ല, വെള്ളം കൂടുതലുള്ള ടൈമാണെങ്കിൽ ഇതിൻ്റെ സ്വീറ്റ്നസ് കുറയും. അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് സാലഡിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്വീറ്റാണ്, നല്ല തേൻ മതി എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മരത്തെ കിടന്നതിന് പഴുത്ത ഫ്രൂട്ടിൻ്റെ അകത്ത് സീഡിൽ ഈ മുള വരെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ എസൻഷ്യൽ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ധാരാളമുണ്ട്. അതായത് ട്രൈപ്റ്റോഫാൻ, തിയോണിൻ, ലൈസിൻ, വൈറ്റമിൻ സി, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ, ഫാറ്റ്, കാൽഷ്യം, പൊട്ടാഷ്യം എന്നിങ്ങനെ ഇഷ്ടംപോലെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്പെസിഫിക് ടു ഹെൽത്ത് ബെനിഫിറ്റ്സ്, ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി അത്യാവശ്യമുള്ള ഫ്രൂട്ടാണ് അബിയു. പിന്നെ ഐ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യും, ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യും, പിന്നെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.